Hello friends, welcome back to Ummachis Kitchen. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റെസിപ്പീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, കുറേ നമുക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്, ചെയ്ത് നോക്കാറുണ്ട്, എല്ലാം അടിപൊളിയാന്നുള്ള രീതിയിൽ. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. എൻ്റെ ഉമ്മച്ചിക്കും വളരെ സന്തോഷമാണ് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ, അപ്പോൾ എപ്പോഴും ഉണ്ടാവണം. അപ്പം ഇന്നും നമ്മൾ ഈ ഒരു എന്താ പറയുക നാടൻ രീതി തന്നെയാണ് എല്ലാം പരീക്ഷിച്ച് നിങ്ങൾക്ക് നോക്കുന്നത്. അതായത് ഉമ്മ പഴയ കാലത്ത് ഉണ്ടാക്കി നോക്കുന്ന രീതികളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളെന്നും ഉണ്ടാക്കുന്നത്. ഇന്നും നോക്കി നമ്മുടെ മുറ്റത്ത് നിന്ന് കുറച്ച് ചേമ്പാണ്. ആ ചേമ്പിന്റെ എന്താ പറയുക നമ്മൾ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് എന്തായാലും ഈ സമയത്ത് നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് സർക്കാർ തരുന്നുണ്ട്, കിറ്റിന്റെ ഒപ്പം ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ പറയുക വേണ്ട ഒരു സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് അതിന്റെ ആവശ്യമുള്ള തേങ്ങ, പച്ചമുളക്, ഇതൊക്കെ സാധാരണ വീടുകളിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി എന്താ പറയുക ചേമ്പും പരിപ്പും കൂടെ ഇട്ടൊരു തോരനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചേമ്പിന്റെ താള് വെച്ചും പരിപ്പ് വെച്ചൊരു കറി ഉണ്ടാക്കി. നമുക്ക് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചേമ്പും പരിപ്പും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു അടിപൊളി തോരനം ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നോക്കി നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അരിഞ്ഞു വെച്ച ചേമ്പ് ഇടുവാൻ പോവാണ്. അപ്പൊ നമ്മൾ നോക്കി ചേമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് രണ്ടും കൂടെ ഇട്ട് വേവിച്ചു കൊടുക്കാം. അപ്പൊ ഇത് വേവുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ആ വേവുന്ന സമയം കൊണ്ട്, നമ്മുടെ ചേമ്പ് വേവുന്ന സമയം കൊണ്ട് നമ്മളിവിടെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനുവേണ്ടി തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെന്തായിരുന്നു, വെളുത്തുള്ളി, ചെറുള്ളി, ജീരകം, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒതുക്കിയെടുക്കുകയാണോ. ഒന്ന് അരക്കണ്ട, നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ അമ്മിക്കല്ലിലാണ് മാക്സിമം യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സി വേണമെങ്കിൽ മിക്സി ഉപയോഗിക്കാം. ഈ സമയത്ത് അരകല്ലില്ലാത്തവരൊക്കെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്താലും മതി. അപ്പോൾ ഉമ്മ എല്ലാം ഇങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ തന്നെ കാണിക്കുന്നത്. നമുക്കിതിനെ ഒതുക്കിയെടുക്കാം. ഇപ്പം എല്ലാവരും നമ്മൾ ഉമ്മ ഇതുവരെ ഇടയ്ക്കൊന്ന് കാണിച്ചിട്ടുണ്ട്. ഉമ്മ നോക്കിയും ഇങ്ങോട്ടും നോക്കി. ഇതാണ് നമ്മുടെ ഉമ്മ. ക്ലിയർ ആവണല്ലോ, അരച്ച് കുഴപ്പമില്ല. ഉമ്മക്ക് ക്യാമറയിലൊക്കെ ഫേസ് ചെയ്യാനൊരു ചമ്മലുണ്ട്, അതുകൊണ്ടാണ്. നാടൻ അരകളിലൊക്കെ അരച്ച് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ കറികളൊക്കെ കൂട്ടാന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പം എല്ലായിടത്തും അത് എത്രത്തോളം അത് എല്ലാ വീട്ടിലും ഉണ്ട് എന്നുള്ളതും നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ പഴയ രീതിയിലോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഈ രീതിയിലൊക്കെ ഒന്ന്. ഇപ്പോഴത്തെ സമയമാണ് എല്ലാത്തിനും പ്രശ്നം അറിയാം, എന്നാലും നിങ്ങൾ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ തോരനുള്ള തേങ്ങയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. നോക്കി നല്ല കളർഫുൾ ആയിട്ടില്ലേ, സെറ്റാണ്. നമുക്കത് എന്ത് ചെയ്യാം, പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചേമ്പൊക്കെ റെഡിയായി വെന്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും ആവശ്യത്തിന് ഉപ്പിട്ട് ചേർക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. എന്നുവെച്ചാൽ ചേമ്പാകുമ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ചിലപ്പോൾ കറക്റ്റായിട്ട് വെന്തില്ലെങ്കിൽ ചൊറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കറക്റ്റ് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ചേമ്പ് നല്ല റെഡിയായിട്ട് വെന്തിട്ടുണ്ട്. ചേമ്പും പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഒതുക്കിയെടുത്ത് നമ്മുടെ തേങ്ങയുടെ പീര നമ്മൾ ചേർക്കുകയാണ്. അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ. നമ്മൾ ഈ പറയുന്ന കൂട്ടല്ല, നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ആ പരിപ്പും ചേമ്പും ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ചേമ്പൊക്കെ നല്ല പോഷകമൂല്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ പറ്റാവുന്ന രീതിയിൽ എപ്പോഴും കറിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും രാവിലെ മുതൽ ഇങ്ങനെ എന്തുണ്ടാക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഓടി നടക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉച്ചത്തേക്കുള്ളൊരു കറി നമുക്ക് റെഡിയാക്കാം. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചോവ മാറിയിട്ട് നമുക്കൊന്ന് കടുകൊന്ന് താളിച്ചെടുക്കാനോ, ഒന്ന് താളിച്ച് അതിനകത്തോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം ഒന്ന് പച്ചച്ചോവ മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കിയുള്ള ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുകിട്ട് പൊട്ടിത്തിരിക്കുന്നുണ്ട്, ദേഹത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട്. മുളക് ഇട്ടുന്നിട്ട് നമ്മളൊരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കറിവേപ്പിലയും കൂടെ എളുപ്പം ഇട്ടിട്ട് ഒന്ന് മുളക് കരിയിലേക്ക് മുമ്പ് നമ്മളൊന്ന് എടുക്കുക. അല്ലെങ്കിൽ അപ്പോഴേക്കൊന്ന് ഫ്ലെയിം കുറച്ച് ഒന്ന് സെറ്റാക്കിയത് നമ്മൾ അതിനകത്തോട്ട് ഇടുവാണ്. വാവ്, പൊളി. നോക്കി നിങ്ങൾ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമുക്ക് നല്ല മണവും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചേമ്പും നമ്മൾ ഇത് നമുക്ക് കറിയുടെ ഒപ്പം അല്ല, ചോറിൻ്റെ ഒപ്പം എന്നല്ല, നമുക്ക് വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കിങ്ങനെ ചേമ്പ് പുഴുങ്ങി ഇതിൻ്റെ കുത്തലടി ചുമ വരുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി എന്താ പറയുക, ചേമ്പും പരിപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ തോരൻ പോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചോറിൻ്റെ ഒപ്പം ഒന്നുമല്ല, നമുക്കൊരു 4 മണിക്കൊക്കെ ചായയുടെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വായിൽ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നം വരുന്നില്ലേ, അത് അങ്ങനെ കണ്ടിട്ടാട്ടോ നിങ്ങൾക്ക്. അപ്പം നമ്മളിത് എന്താണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ എല്ലാവർക്കും ചിലർക്ക് അറിയാമായിരിക്കാം, ചിലർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എന്താ പറയുക, പുതിയൊരു രുചിക്കൂട്ടുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. നമ്മളിടുന്ന വിഭവങ്ങളൊക്കെ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീരമായി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ഉമ്മച്ചീസ് കിച്ചൺ ടോക്ക് ഒരു ഗുഡ് ബൈ.